എല്ലാവർക്കും നമസ്കാരം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പേര് ബാബു എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ വൈപ്പിനിലെ നായരമ്പലം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ലൈഫ് ഹെൽത്ത് വെഹിക്കിൾ ഇൻഷുറൻസ് സ്പെഷ്യൽ സർട്ടിഫൈഡ് അഡ്വൈസറാണ്. പോർട്ടൽ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പെൻഷൻ സ്കീം, അതായത് പ്രൈവറ്റ് മേഖലയിലുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ ഡെയിലി വേജസുകാരാകട്ടെ തൊഴിൽ രഹിതരായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തൊഴിൽ മാന്ദ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഭാവിയെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചും ഭയാശങ്കയിലാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്കൊരു ഇൻകം സോഴ്സ്, അതായത് ക്യാഷ് ഫ്ലോ എങ്ങനെ സ്ഥിരമായി സ്ഥായിയായി ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുഖവരിയില്ലാതെ വലിച്ചു നീട്ടാതെ കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു നിശ്ചിത തുക, ഏതാണോ അവൻ്റെ ബഡ്ജറ്റ്, ആ തുക നമ്മൾ മാസത്തിലോ അല്ലെങ്കിൽ 3 മാസം, ക്വാർട്ടർലി, ഹാഫ് ഇയർ, ഇയർലി നമ്മൾ അടക്കാൻ ശ്രമിക്കുക. ആ അടച്ച തുക അതേപോലെ തന്നെ നിശ്ചിത പരിധിക്ക് ശേഷം, നിശ്ചിത കാലശേഷം നമ്മൾക്ക് സ്ഥിരമായിട്ട് ക്യാഷ് ഫ്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എത്ര നാൾ വേണം, എത്ര ദിവസം, എത്ര കാലത്തേക്ക് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. മരണം എന്നത് ഒരു വ്യക്തിയെക്കുറിച്ചും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്ന്, എപ്പോൾ, എങ്ങനെയെന്ന് നമ്മൾക്ക് അഡ്വാൻസ് അറിയാൻ പറ്റുന്നില്ല, അതായത് മുൻകൂട്ടി അറിയാൻ പറ്റുന്നില്ല എന്നർത്ഥം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇൻകം സോഴ്സ്, അതായത് ഒരു ഇൻകം ഫ്ലോ ഉണ്ടാകാൻ കൃത്യമായ സ്ഥായിയായ 15 കൊല്ലം കഴിഞ്ഞ് എത്ര ഉണ്ടാവും, 20 കൊല്ലം കഴിഞ്ഞ് എത്ര ഉണ്ടാവും, 35 കൊല്ലം കഴിഞ്ഞ് എത്ര ഉണ്ടാവും, 40 കൊല്ലം കഴിഞ്ഞ് എത്ര ഉണ്ടാവും എന്നുള്ള കൃത്യമായ വിവരണം കിട്ടുന്നതോടൊപ്പം, കൃത്യമായ ഒരു രൂപരേഖ നമുക്ക് കിട്ടുന്നതോടൊപ്പം എങ്ങനെ കിട്ടും, എപ്പോൾ കിട്ടും എന്ന കൃത്യമായ ധാരണയോടെ, വ്യവസ്ഥതയോടെ, ഒരു രൂപരേഖയോടെ നമുക്ക് സ്ഥായിയായ, സ്ഥിരമായ, കൃത്യമായ ഒരു ഇൻകം ഫ്ലോ ഉണ്ടാകുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് വിവരിക്കുന്നതിലേക്ക് ചെറിയ ഒരു വിവരണം നൽകാൻ ഞാൻ സാധാരണ ഒരു 2 മണിക്കൂർ എടുത്താണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോലും ഈ പരിമിതമായ ഒരു ടൈം പീരീഡിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ വിവരിക്കുകയാണ്. അപ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരിക്കലും ഇത് നമ്മളൊരു മനസ്സ് വെക്കാതെ മാർഗം ഉണ്ടാവില്ല. നമ്മളൊന്നും മനസ്സ് വെക്കുക. കാരണം നമ്മൾക്ക് ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്തപ്പോൾ, ഇൻകം നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ സ്ഥായിയായ ഇൻകത്തിന് എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ ഇല്ലായ്മ വരിക, അല്ലെങ്കിൽ കിട്ടാതിരിക്കുക, അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒരു സ്ഥായിയായ, സ്ഥിരമായ, നമ്മൾ ഇന്നുവരെയും ജീവിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഇന്നുവരെയും വേണം, അത്രയും നാളത്തേക്ക് കൃത്യമായി കിട്ടുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് വിവരിക്കാനും അതിൽ അംഗമാകുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി തരുന്ന ഒരു ബോണ്ട് സഹിതം ഇത് നമ്മൾക്കൊരു എന്താ പറയണത്, നമുക്കൊരു പണയം, ലോൺ എടുക്കാനുള്ള ഒരു സംവിധാനവും കൂടി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു സ്ഥിരമായിട്ട് നമുക്ക് ഇൻകം ഫ്ലോ ഉണ്ടാകുന്നത്, അതായത് ഇൻകം ഫ്ലോ ഉണ്ടാകുന്നതോടൊപ്പം നമുക്ക് ഈ ബോണ്ട് വെച്ചിട്ട് നമ്മൾക്ക് അടച്ച തുകയുടെ ലോൺ സംവിധാനമുണ്ട്. അതോടൊപ്പം ഓരോ വർഷവും കഴിയുന്തോറും നമ്മൾക്ക് ഇൻഷുറൻസ് കവറേജ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം ഇൻകം, അതായത് നമ്മളുടെ ഡെപ്പോസിറ്റ് തുക, അടഞ്ഞുകൊണ്ടിരിക്കുന്ന തുകയുടെ ഇൻട്രസ്റ്റ്, അതായത് ബോണസ്, അഡീഷണൽ ബോണസ് എന്നിവയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം ഈ വ്യക്തി നമ്മൾ ഫോഴ്സിലിരിക്കുമ്പോൾ, അതായത് അടച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനൊരു നോർമൽ ഡെത്ത് കവർ, അതായത് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോകും, മരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. നമുക്കുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ഇൻകം സോഴ്സ് ഇൻകം ഫ്ലോ ഉണ്ടാകുന്നതിലേക്കുള്ള ഒരു പദ്ധതി എന്നുള്ളതിലേക്കും സെൻട്രൽ ഗവൺമെൻറ് ഗ്യാരണ്ടി തരുന്ന ഒരു പദ്ധതി എന്നുള്ളതിലേക്കും ഉള്ള ഒരു സ്കീമാണ്. അതായത് ഈ പദ്ധതിയിലിരിക്കാൻ മരിച്ചു പോയാൽ എത്ര തുകയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചേരുന്നത്, 10 ലക്ഷം, 5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, എത്രയോ, അതാണ് നമ്മൾ തീരുമാനിക്കുന്ന, പോളിസി ഹോൾഡർ തീരുമാനിക്കുന്ന തുക പ്ലസ് അടച്ച തുക എപ്പോഴാണ് മരണപ്പെടുന്നത് ആ സമയത്ത് കൊടുക്കുന്നു. അതൊരു ആക്സിഡൻറ്റ് ഡെത്ത്, നോർമൽ ഡെത്ത് അല്ലാത്ത മരണമാണെങ്കിൽ അതിൻ്റെ ഡബിൾ കൊടുക്കും. പിന്നെ അതുപോലെ ഡിസേബിലിറ്റി, നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന പരിധിക്ക് നമ്മൾക്ക് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഡിസേബിൾ ആകാം, അടക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ മുടങ്ങിപ്പോകുക, അതായത് ഡിസേബിളായിട്ട് മുടങ്ങിപ്പോകുക എന്നാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും കമ്പനി ഏറ്റെടുത്ത് അടച്ചുകൊണ്ടിരിക്കുകയും 10% സമ്മർഷേഡ് തുകയുടെ, അതായത് മൊത്തം തുകയുടെ 10% ആ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. അതോടൊപ്പം എത്ര നാൾ വേണമെന്ന് പോളിസി ഹോൾഡർ തീരുമാനിക്കുന്നു, അത്രയും നാൾ നമുക്കിത് തുടരാം. അതല്ല, നമുക്ക് വേണ്ടെന്ന് വെക്കുന്നതിനുള്ളൊരു സംവിധാനമുണ്ട്. നമ്മുടെ എല്ലാ സാമ്പത്തിക സോഴ്സുകളും, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് തെറ്റുന്നു, നമുക്ക് അടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ
നമുക്ക് സറണ്ടർ ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇതിൻ്റെ അകത്തുണ്ട്. 2 വർഷം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് സറണ്ടർ ചെയ്തിട്ട് വേണ്ടെന്ന് വെക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് ഈ പെൻഷൻ സ്കീമിൻ്റെ ഏകദേശ രൂപരേഖ. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ ഞാൻ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് നമസ്കാരം. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മടിക്കരുത്. താങ്ക് യു വെരി മച്ച്.